ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നതാണ് ആ വരി. പുള്ളിക്കാരി എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ റെപ്രസെന്റ് മാത്രമാണ്. പക്ഷെ അത് പൊളിറ്റിക്സ് ആണ് ആ പാട്ട്. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിനുദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പശിയിൽ മരിച്ച ഇള മനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ, പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ ആയിരുന്നു. ഒരു സമയത്ത് ഓക്കെ എന്നെ ഇങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണെന്ന് ഒരു സമയത്ത് ഇപ്പോഴൊന്നല്ല 2-3 വർഷം മുന്നൊക്കെ. ഇപ്പൊ അവിടെ നിന്നൊക്കെ മാറി, നമ്മുടെ ഐഡിയ ഒക്കെ അവിടെ നിന്നൊക്കെ മാറി. പിന്നെ വേടൻ എന്നുള്ള പേര് ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ വേട്ടയാടിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. അപ്പൊ ഞാൻ അതിനെ അങ്ങനെ മാത്രമായിട്ട് കരുതിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയും ആലോചിക്കാതെ വേറെ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവുക. നമുക്ക് എൻ്റെ ബാക്കിലൊരു ഫാമിലി ഉണ്ട്, നമ്മളാണ് ഫാമിലിനെ നോക്കുന്നൊരു നെഡിൽ ആൺ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നെഡിൽ എന്നുള്ള രീതിയിൽ എൻ്റെ ഫാമിലിനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതൊരു സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. അയ്യോ സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വേടന്റെ കേസ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ അതേക്കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് കുറെ ആൾക്കാർ എയറിൽ പോയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ MG ശ്രീകുമാർ അറിയാമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ വേറൊരാൾ എയറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ജാസി ഗിഫ്റ്റ്. ഒരു ഇന്റർവ്യൂവിൽ അവതാരിക ജാസി ഗിഫ്റ്റിനോട് വേടന്റെ കാര്യം ഒന്ന് ചോദിച്ചതാ. സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്തോന്നായിട്ട് നിൽക്കുന്നത്, വൈറലായിട്ട് നിൽക്കുന്ന വേടനാണ്. അപ്പൊ അതേക്കുറിച്ചിട്ട് ജാസി ഗിഫ്റ്റിനോട് വേടന്റെ കാര്യം ചോദിച്ചിട്ടപ്പോ തന്നെ പെട്ടെന്ന് ഒരുമാതിരി കോമാളിത്തരം കാണിക്കുന്ന രീതിയിലാണ് ഈ ജാസി ഗിഫ്റ്റ് കാണിച്ചത്. പറയാൻ താല്പര്യമില്ല എങ്കിൽ പറയാതിരുന്നാൽ മതി, അതിന് ഈ കോമാളിത്തരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. ജാസ് ചേട്ടാ, ഇപ്പോൾ ഈ ഒരു സമയത്തെ യൂത്ത് ഐക്കണാണ്, റാപ്പ് മ്യൂസിക്കിലെ യൂത്ത് ഐക്കണാണ് ഡെപ്സിയും അതുപോലെ വേടനൊക്കെ. ഇപ്പൊ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. അയ്യോ സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ജാസിയുടെ തരം ഹ്യൂമറുള്ള സെൻസ് ഓഫ് ഹ്യൂമർ ഒരാളാണ്. 6 മണിക്കാണ് ഗാനം. കുഴപ്പമില്ല. അല്ല, ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഒരാളില്ല കേട്ടോ. സത്യമല്ലേ? അവിടെയാണ് നമ്മള് ജാസിയേട്ടന്റെ കൗണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ജാസിന്റെ ക്യാമറ ഒക്കെ മാറ്റി വെച്ച് നോക്കിയോ. അല്ല, ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഈ നമ്മുടെ പബ് ക്രോളിംഗ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു പബ്ബിൽ നിന്ന് കണ്ടില്ലേ, അടുത്തിരിക്കുന്ന ആള് നല്ല രീതിയിൽ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ ജാസി ഗിഫ്റ്റ് കാണിക്കുന്നത് കോമാളിത്തരമാണ് എന്ന്. അവർക്ക് അടുത്തിരിക്കുന്നവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ വിഷയം പെട്ടെന്ന് തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്താല്ലേ, ഇതുപോലെ കുശുമ്പും കുന്നായ്മയൊന്നും പാടില്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇവരുടെയൊക്കെ ഒരു യഥാർത്ഥ ക്യാരക്ടർ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതിനൊക്കെ പറയുന്ന പേരെന്താണെന്നറിയോ? അസൂയ, കുശുമ്പ്, ചൊറിച്ചിൽ എന്നൊക്കെ പറയത്തില്ലേ? അതൊക്കെ തന്നെയാണ് ഈ പ്രതിരൂപം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കൂ. ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാളോട് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ചുമ്മാതെ അതിൽ ഒരുമാതിരി കോമാളിത്തരം. അപ്പൊ ആരാണ് കോമാളിയായത്? വേടനാണോ കോമാളിയായത്? ഒരിക്കലും അല്ല, അത് ജാസി ഗിഫ്റ്റ് തന്നെയാണ് കോമാളിയായത്. എന്തായാലും നല്ല രീതി കുറച്ചു നാളെ ഏറി പോയി ആടിക്കളിക്ക്. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്നാൽ ചൊറിച്ചിലിന് മരുന്നുണ്ട് കേട്ടോ. അത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലിനുള്ള മരുന്ന് കിട്ടും. എന്തായാലും ഈ അസൂയയും കുശുമ്പും നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അധപ്പതനത്തിന് താഴത്തോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു മരുന്നാണ് ഈ അസൂയ, കുശുമ്പ് എന്നൊക്കെ പറയുന്നത്.
അത് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ അധപ്പതനത്തിലേക്കേ പോകത്തുള്ളൂ. അത് ഇവരെ പോലെയുള്ള ഈ സെലിബ്രിറ്റികൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊള്ളാം. അപ്പം അവരുടെയൊക്കെ ഒരു കാലഘട്ടം കുറച്ചൊന്ന് മാറി. ഇപ്പൊ പുതിയ പുതിയ ആൾക്കാരാണ് വരുന്നത്. അവരെയൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മനസ്സിൽ ഒരു പാകപ്പെടുത്തുക. അല്ലാതെ അന്നത്തെ പോലെ ഇന്നും അവര് മാത്രമാണ് മൊത്തം സെലിബ്രിറ്റി എന്നും പറഞ്ഞിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാല് എങ്ങും എത്താൻ പോകുന്നില്ല. വേടനെ കുറിച്ചിട്ട് ചോദിച്ചപ്പം എനിക്ക് ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അത് അവിടെ കൊണ്ട് തീർന്നേനെ. അതിന് പകരം കോമാളിത്തരം കാണിച്ചിട്ട് ആരാണ് വിഡ്ഢിയായത്? ആരാണ് ഇപ്പൊ ഏറിപ്പോയിരിക്കുന്നത്? ഒരു ലജ്ജാവതിയെ പാടിയെന്ന് കരുതിയിട്ട് ഇനി വേറെ ആരും മുന്നോട്ട് വരരുത് എന്നുള്ളൊരു കുശുമ്പുണ്ടല്ലോ, അതങ്ങ് കളഞ്ഞേക്കണം. അത് എന്താ, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ വരുവാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ കുശുമ്പ് വിചാരിച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ജാസിയെ പോലെ തന്നെ പാട്ടുകാരനാണ് ഈ വേടനും. ശരിക്കും വേടനെ കുറിച്ചിട്ട് അഭിപ്രായം ഒന്നും ജാസിക്ക് പറയാനില്ല എങ്കിൽ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇതുപോലെ ചേഷ്ടകളൊന്ന് കാണിച്ചു കൂട്ടണ്ടായിരുന്നു. ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകൾ എല്ലാം നല്ല നല്ല പാട്ടുകളാണ്. പണ്ടൊക്കെ നല്ല പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കൊന്നും വലിയ ഡിമാൻഡൊന്നും ഇല്ല. ഇപ്പൊ കാലം മാറിയില്ലേ? അപ്പൊ പുതിയ പുതിയ ആൾക്കാർ വരുന്നു, പുതിയ പുതിയ പാട്ടുകൾ വരുന്നു, അങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. അതൊക്കെ അംഗീകരിക്കാനും കൂടി പഠിക്കണം. അല്ലാതെ കുശുമ്പ് മനസ്സിൽ വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല, നമ്മളാണ് ഏറ്റവും വലിയവൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന തലമുറയെ, അടുത്തടുത്ത് വരുന്ന തലമുറയെ അത് അംഗീകരിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. അല്ലാതെ പണ്ടുള്ള നമ്മളാണ് ഇപ്പോഴും ഏറ്റവും വലിയ കൊമ്പത്തിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ വേടനെ കളിയാക്കേണ്ട ഒരാവശ്യവും ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്കൊരാളോട് അസൂയ തോന്നിക്കഴിഞ്ഞാൽ, എനിക്കിപ്പോ ഒരാളോട് അസൂയ തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം നമ്മളത് ഉള്ളിൽ തന്നെ വെക്കാൻ ശ്രമിക്കും. നമ്മളത് പുറത്തോട്ട് കാണിക്കില്ല. പക്ഷെ ഈ ജാസി ഗിഫ്റ്റിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉള്ളിൽ വെക്കാൻ പറ്റിയില്ല. അതങ്ങ് തുറന്നങ്ങ് കാണിച്ചു പോയി. അതാണ് ഇപ്പൊ പറ്റിയത്. വേടന്റെ കാര്യം ചോദിച്ച ആങ്കർക്ക് പോലും മനസ്സിലായി. ജാസി ഗിഫ്റ്റിന്റെ കുശുമ്പിനെ കുറിച്ചിട്ട് ആങ്കർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വേടൻ എന്ന് പറഞ്ഞ ഒരു വൈറലായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആങ്കർ ജാസി ഗിഫ്റ്റിനോട് വേടനെ കുറിച്ചിട്ട് ചോദിച്ചത് തന്നെ. പക്ഷെ ആ ചോദിച്ചത് ഇയാൾക്കിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ ഒരു കുശുമ്പും കുന്നായ്മയും ചൊറിച്ചിലും ഒക്കെ ഒന്നിച്ചേ ഇളവി വന്ന് അപ്പൊ പെട്ടെന്ന് കാട്ടിക്കൂട്ടി പോയതാണ് അത്. എന്തായാലും ഗോഷ്ട് കാണിച്ച് ജാസി ഗിഫ്റ്റും വൈറലായി. താനെന്താ വലിയ സംഭവമാണ് എന്ന് കരുതിയിരിക്കുന്ന പലരും മൂക്കുത്തി താഴോട്ട് വീണിട്ടേ ഉള്ളൂ. ആരും മുകളിലോട്ട് പോകത്തില്ല. എന്തായാലും അത് ഓർത്തിരുന്നാ കൊള്ളാം. ആണ് ആ പാട്ട്. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിനുദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ, പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ.